മരിച്ചവര് കേൾക്കൂലെന്ന് നിങ്ങൾക്ക് കുറെ ആയത്തുനിന്നൊക്കെ തിരിഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു. ഇച്ച മനസ്സിലായിട്ടില്ല. എനിക്ക് മാത്രമല്ല ഇബ്നു കസീറിന് മനസ്സിലായിട്ടില്ല, ഇമാം റാസിക്ക് തിരിഞ്ഞിട്ടില്ല, ഇവർക്കാർക്കും മനസ്സിലായിട്ടില്ല. ഓർക്കൊന്നും ഖുർആൻ തിരിഞ്ഞിട്ടുണ്ടാവാൻ വകുപ്പില്ല. കാരണം നിങ്ങൾക്കിപ്പോ അതെ, നിങ്ങൾക്ക് ഇത് ഇപ്പോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് ഓക്കെ 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 നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ആ ആയത്തൊന്നും നിങ്ങൾക്ക് എനിക്കും കൂടി മനസ്സിലായാൽ വളരെ നന്നാകുമായിരുന്നു. എത്രയും പെട്ടെന്ന് അല്ല, അത് മൈക്കെടുത്ത് പറഞ്ഞോളൂ, മൈക്കെടുത്ത് പറഞ്ഞോളൂ, മൈക്കെടുത്ത് ആയത്ത് ഓതിക്കോളൂ കേട്ടോ, ആയത്ത് ഓതിക്കോളൂ. ഞാൻ മൈക്ക് വിട്ടു. അത് ഞാൻ ആയത്തിന്റെ ടെക്സ്റ്റ് അവിടെ അടിച്ചിട്ടുണ്ട്. പിന്നെ ആയത്ത് ഓതാനുള്ളതെന്ന് ഇപ്പൊ സൗനാഥ് ഇപ്പൊ ആയത്തെടുത്ത് ഞാൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പരിഭാഷ വെച്ചിട്ടുണ്ട്. ഞാൻ ആ പരിഭാഷ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പരിഭാഷ തെറ്റാണെന്ന് പറയാം, അല്ലെങ്കിൽ ആ ആയത്തിന്റെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാഴ്ചപ്പാടാകും. രണ്ടായത്താണ് ഞാൻ ഈ പരിശുദ്ധ ഖുർആനിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാനാവില്ല എന്ന്. ഈ രണ്ടായത്ത്, ഒന്ന് 30-ന്റെ 52-ഉം 27-ന്റെ 80-ഉം. നിങ്ങൾ അത് ആയത്തെടുത്തിരുന്ന് പരിശോധിച്ചോളൂ. മൈക്ക് റിലീസ്. എന്തായാലും നിങ്ങൾ ഈ അടിച്ച രൂപത്തിലുള്ള ഒരായത്ത് പരിശുദ്ധ ഖുർആനിലില്ല. പോരങ്ങക്കത് മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാനാവില്ല എന്ന അർത്ഥം വരുന്ന ഒരായത്ത് പരിശുദ്ധ ഖുർആനിലില്ല. അത് തെറ്റാണ്. അത് ഏത് പിന്നെ പരിഭാഷയായാലും അത് തെറ്റാണ്. അത് നിങ്ങൾ ആരെ പരിഭാഷ എടുത്ത് ഉദ്ധരിച്ചിട്ടും കാര്യമില്ല, അത് തെറ്റായ പരിഭാഷയാണ്. അങ്ങനെ ഇല്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആയത്ത് ഇന്നക ലാ തുസ്മിഉൽ മൗത എന്നുള്ള ആയത്താണെങ്കിൽ അതിന്റെ ആയത്തിൽ ഈ അർത്ഥം തെറ്റാണ്. മരിച്ചവരെ നിങ്ങൾക്ക് കേൾപ്പിക്കാനാവില്ല എന്ന ഉത്തരം തെറ്റാണ്. ആ അർത്ഥം തെറ്റാണ്, തികഞ്ഞ തെറ്റാണ്. ഓക്കെ, ആ ആയത്തിന് ആ കൊടുത്ത അർത്ഥം തെറ്റാണ്. മരിച്ചവരെ നിങ്ങൾക്ക് കേൾപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞ അർത്ഥം തെറ്റാണ്. മനസ്സിലായില്ലേ? ആ ആയത്ത് കഴിഞ്ഞോ, അത് തെറ്റാണ്. ഞാൻ മൈക്ക് വിട്ടു, നിങ്ങൾ മൈക്ക് എടുത്തോളൂ. ശരി, നിങ്ങൾ പറഞ്ഞ് തെറ്റാണെന്ന്. ഞാന് പിന്നെ ഇത്തരം പരിഭാഷകളിലൂടെയാണ്, മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും വിവിധ പരിഭാഷകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ ആയത്തിന്റെ ശരിയായ അർത്ഥം എന്താണ്, അതൊന്നൊന്ന് വിശദീകരിച്ചു തന്നു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. മൈക്ക് റിലീസ്. അത് നല്ലൊരു ചോദ്യം. അത് മാഷാ അല്ലാഹ്, അത് നല്ല ചോദ്യമാണ്. ശരിക്കും കേട്ടോളൂ കേട്ടോ. അതില് കൂടിയിരിക്കുന്ന വാക്കുകളൊക്കെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇന്ന, ശരിക്കും ഞാൻ പറയാം, ഇന്നക ലാ തുസ്മിഉൽ മൗത. അത് നടിച്ചാട്ടെ സുഹൃത്തുക്കളെ, ആ ആയത്തൊന്ന് അടിക്കും. മൂപ്പർക്ക് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. ഈ ഖുർആൻ പരിഭാഷ കൊണ്ടുള്ള ആ ജഹാലത്ത് എത്രയാന്നുള്ളത് നമ്മൾ ഇസ്ലാമിസ്റ്റ് അദ്ദേഹം നല്ലൊരു സമീപനാണ് അദ്ദേഹത്തിന്റെ. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. അല്ലാഹു തആല നാഫി ആയ ഇൽമു പ്രദാനം ചെയ്യുമാറാവട്ടെ. സുഹൃത്തുക്കള് അല്ല, ഇന്നക ലാ തുസ്മിഉൽ മൗത ഫുള്ളായിട്ട് അടിക്കും. ഞാനിത് ഇനി പിന്നെ ആ ആയത്ത് മാത്രം അടിക്കുന്നവരടിച്ചാൽ മതി, അല്ലാത്ത ആൾക്കാരൊക്കെ ടെക്സ്റ്റ് നിർത്തി അദ്ദേഹം മനസ്സിലാക്കാൻ വേണ്ടിയാ. സുഹൃത്ത് ഇസ്ലാമിസ്റ്റ് കേട്ടോളൂ. ഇപ്പൊ അടിച്ച പകുതി ഭാഗത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇന്ന, നിശ്ചയം, തീർച്ചയായും, നീ എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നക, തീർച്ചയായും നീ, ലാ തുസ്മിഉ, നീ കേൾപ്പിക്കുകയില്ല, അൽ മൗത, മരിച്ചവരെ. നബിയോട് പറയാ, നബിയെ മരിച്ചവരെ നീ കേൾപ്പിക്കുകയില്ല. ഇറ്റ് ഈസ് റൈറ്റ്, അത് സത്യമാണ്. മരിച്ചവരെ കേൾപ്പിക്കുന്നത് അള്ളാഹു ആണ്, നബി അല്ല. മനസ്സിലായില്ലേ? ഇന്നക, നിശ്ചയം നീ, ലാ തുസ്മിഉ, നീ കേൾപ്പിക്കുകയില്ല, അൽ മൗത, മരണപ്പെട്ടവരെ നീ കേൾപ്പിക്കുകയില്ല എന്നാണ്. അഥവാ മരിച്ചവരെ കേൾപ്പിക്കുന്നത് ആരാണ്? ഇസ്ലാമിസ്റ്റ് ആരാണ്? ഒന്ന് ടെക്സ്റ്റിലൂടെ എന്നോടൊന്ന് പ്രതികരിക്കുക. ഹലോ ഇസ്ലാമിസ്റ്റ്, മരിച്ചവരെ കേൾപ്പിക്കുന്നത് ആരാണ്? അല്ല, അത് അവിടെ നിൽക്കട്ടെ, കേൾപ്പിക്കില്ല. കേൾപ്പിക്കുന്നത് ആരാണ്? കേൾപ്പിക്കുക എന്ന പണിയെടുക്കുന്നത് ആരാണ്? നബിയാണോ? അല്ല, മറിച്ച് ആരാണ്? ഇസ്ലാമിസ്റ്റ്
നിങ്ങൾ നല്ല ഒരു ഫ്രീ മൈൻഡോട് കൂടെ വന്ന ആളാന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചേട്ടോ. അതൊക്കെ അല്ല, ആരാണ് എന്നാ ഞാൻ ചോദിച്ചത്. മരിച്ചോലെ വിഷയമല്ല, കേൾപ്പിക്കുക എന്ന പണി എടുക്കുന്നത് ആരാണ്? അള്ളാഹു ആണ് എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ എങ്ങനെയാ വിശ്വസിക്കുന്നത്? അതെ, ഹബീബ് മൈക്ക് എടുത്തോളൂ. ഒന്നും കൂടി മൈൻഡ് ഫ്രീ ചെയ്യണം എന്ന് സുഹൃത്തിനെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം യഥാർത്ഥം നമുക്ക് മനസ്സിലാക്കുകയല്ലേ വേണ്ടത്. മൈക്ക് എടുക്കി. ഓക്കെ, അവിടെ നിങ്ങൾ പറഞ്ഞത് അവിടെ അള്ളാഹു കേൾപ്പിക്കും എന്നാണ്. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്, അവിടെ നമുക്ക് ചർച്ച വരുന്നില്ല. അപ്പൊ അള്ളാഹു മരിച്ചവരെ കേൾപ്പിക്കും എന്ന കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. ഇവിടെ പരിശുദ്ധ ഖുർആൻ അവിടെ പ്രവാചകനോടോ അല്ലെങ്കിൽ പിന്നെ പരിശുദ്ധ ഖുർആൻ വായിക്കുന്ന ആരോടുമാണ് പറയുന്നത് മരിച്ചവരെ നീ കേൾപ്പിക്കുകയില്ല എന്ന്. അതായത് മരണം മരിച്ചു കിടക്കുന്ന ഒരാളെ നീ കേൾപ്പിക്കുകയില്ല എന്നാ പറയുന്നത്. അപ്പോ പിന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു കേൾപ്പിക്കും എന്ന് അവിടെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആയത്തിൽ നീ ചോദിക്ക്, ഞാൻ കേൾപ്പിച്ചു തരാമെന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? മൈക്ക് റിലീസ്. അതും ഗുഡ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഇസ് നല്ല ചോദ്യം. പറഞ്ഞിട്ടുണ്ട്. അത് അള്ള തന്നെ പറഞ്ഞിട്ടുണ്ട്, മരിച്ചാലും ഞാൻ കേൾപ്പിച്ചു തരാ, ഇജ്ജ് കേൾപ്പിക്കണ്ട. അത് ശരി, അത് നല്ല ചോദ്യാണ്. അതെവിടെ അറിയോ? കേട്ടോളേ. إنك لا تسمع إن الله يسمع من يشاء وما أنت بمسمع من في القبور. അണ്ടാ അല്ല പറയാണ് ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ, അള്ളയാണ് അവരുദ്ദേശിച്ചവരെ കേൾപ്പിക്കുന്നത്. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, മരിച്ചിട്ട് കബറിലുള്ളവരെ കേൾപ്പിക്കുന്നത് നബിയെ നിങ്ങളല്ല, മറിച്ച് അത് താഴത്ത് പറയുന്നു ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ, അള്ളയാണ്. കണ്ടാ, അതൊക്കെ ഇൻഷാ അല്ലാഹ് അടിച്ചു തരുമ്പോഴേ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. ആയത്താണ് ഓതുന്നത്. അള്ളയാണ് കേൾപ്പിക്കുന്നത്, ഖബറിലുള്ളവരെ കേൾപ്പിക്കുന്നത് നിങ്ങളല്ല നബിയേ. കണ്ടോ എത്ര വ്യക്തമായിട്ട് അള്ളാന്റെ റസൂലിനോട് അള്ള പറയണത്. ഇനി എന്താ വേണ്ടത്? ഇതാ ആയത്തില വന്നു ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. അണ്ടാ അള്ളയാണ് കേൾപ്പിക്കുന്നത്, ഖബറിലുള്ളവരെ കേൾപ്പിക്കുന്നത് നിങ്ങളല്ല. അണ്ടാ ഇനി എന്താ വേണ്ടത്? ഇസ്ലാമിസ്റ്റ് പ്ലീസ് മൈക്ക് എടുത്തോളൂ. അള്ളാഹു താല ഹൈറ് ചെയ്യട്ടെ, നാഫിആയ ഇൽമു പ്രദാനം ചെയ്യട്ടെ. സുഹൃത്തെ, മനസ്സിലായാൽ അംഗീകരിക്കണം, ആഖിറം രക്ഷപ്പെടേണ്ടതാണ്. മൈക്കിടിക്ക്. അവിടെ ആയത്ത് ഞാൻ അടിച്ചു കണ്ടു ഇന്നല്ലാഹ യസ്മിഉ മൻ യശാ എന്ന്. അത് അള്ളാഹു ഉദ്ദേശിച്ചവർ അള്ളാഹു കേൾപ്പിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ അവിടെ തന്നെ നിനക്ക് കേൾപ്പിക്കാനാവില്ല എന്നും പറയുന്നുണ്ടല്ലോ അല്ലെ? നിനക്ക് ഖബറിലുള്ളവരെ കേൾപ്പിക്കാനാവില്ല എന്നും ഖുർആൻ പറയുന്നുണ്ട്. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും സമമാവുകയില്ല, തീർച്ചയായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കുന്നു എന്നാ പറഞ്ഞത്. അവിടെ അള്ളാഹു കേൾപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷെ നിനക്ക് കേൾപ്പിക്കാനാവില്ല എന്നും പറയുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോ പിന്നെ ഇപ്പൊ നമ്മളോ ആവട്ടെ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന നമ്മളാവട്ടെ, പ്രവാചകനാവട്ടെ, അള്ളാഹ് പിന്നെ അവരുദ്ദേശിക്കുന്ന സമയത്ത് മരിച്ചു കിടക്കുന്ന ആളോട് പിന്നെ എങ്ങനെയാണ് കേൾപ്പിക്കല്? അത് നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ആ സ്ഥിതിക്ക് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ചോദിക്കുകയാണെങ്കിലോ ഈ മരിച്ച ആൾക്ക് എങ്ങനെയാണ് ഇത് കേൾപ്പിക്കാൻ പറ്റുക? അള്ളാഹു ആ സമയത്ത് കേൾപ്പിക്കുമെന്നാണോ? മൈക്രോവേരീസ്. ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ കേൾപ്പിക്കാൻ പറ്റും? അള്ളാഹു ആ സമയത്ത് കേൾപ്പിക്കും എന്നല്ലേ? അതേപോലെ തന്നെയാണിതും, അതിലൊന്നും പ്രശ്നമില്ല. ജീവിച്ചിരിക്കുന്ന ആൾക്കാർ നമുക്കില്ല, അതും അള്ളാഹ്ക്കേ പറ്റുള്ളൂ. അപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണോ കേൾപ്പിക്കുന്നത് അപ്രകാരം തന്നെയാണ് ഈ മരിച്ചോലും കേൾപ്പിക്കുന്നത്. അള്ളാഹു കേൾപ്പിക്കും എന്നാണോ? അതെ, അള്ളാഹു കേൾപ്പിക്കുന്നതാണ്. ഏത് പ്രകാരം? ജീവിച്ചിരിക്കുന്നവരെ കേൾപ്പിക്കുന്ന മാതിരി. ജീവിച്ചിരിക്കുന്നവരെ നമുക്ക് കേൾപ്പിക്കാനാവൂല, അതും അള്ളയാണ് കേൾപ്പിക്കുന്നത്. അതേപോലെ തന്നെയാണ് മരിച്ചവർക്കാഴി അള്ളയാണ് കേൾപ്പിക്കുന്നത്, നമ്മളെല്ലാം. മനസ്സിലായില്ലേ? അതിപ്പോ സിമ്പിൾ. എന്തായാലും മരിച്ചോല് കേൾക്കൂലെന്ന് ഖുർആനിലില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മരിച്ചോര് കേൾക്കൂലെന്ന് ഖുർആനിലില്ല. മരിച്ചോരെ കേൾപ്പിക്കുന്നത് നബിയല്ല, മറിച്ച് മരിച്ചോര് കേൾക്കും എന്നാണ് ഖുർആനിലുള്ളത്. അത് അള്ളയാണ് കേൾപ്പിക്കുന്നത് എന്നാണ് ഖുർആനിലുള്ളത്. ഇതാണ് വൽഹാസിൽ. അത് നിങ്ങൾക്ക് മനസ്സിലായോ? മൈക്ക് എടുത്തോളൂ. അല്ല, ജീവിച്ചിരിക്കുന്നവരെ കേൾപ്പിക്കുന്ന അള്ളയാണെന്ന്, അത് ശരി, അത് ഞാൻ അംഗീകരിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരെ കേൾപ്പിക്കുന്നു അള്ളയാണ്, മരിച്ചവരെ കേൾപ്പിക്കുന്നു അള്ളയാണ്.
പക്ഷെ അങ്ങനെയാണെങ്കിൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നതും സമമാവുകയില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും സമമാവുകയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മരിച്ചവരെ നമുക്ക് കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ മരിച്ചവർ കേൾക്കില്ലല്ലോ. അതുകൊണ്ടാണല്ലേ സമമാവുകയില്ല എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാരണം. മൈക്ക് റിലീസ്. അത് ക്വസ്റ്റ്യൻ നമ്പർ നെക്സ്റ്റ്, അത് അതിനേക്കാളും വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് റൈറ്റ്. മാഷാ അല്ലാഹ്, നല്ല ചോദ്യമാണ്. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും സമമല്ല. കാരണം ഇസ്ലാമിസ്റ്റ്, നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നില്ല, പിന്നെ പറ്റുകാരില്ല. ഓക്കെ, യെസ്. നിങ്ങൾക്ക് മലക്കിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുമോ ഇസ്ലാമിസ്റ്റ്? നിങ്ങൾക്ക് മലക്കിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ മരിച്ചവർക്ക് അതും കേൾക്കാം. മുൻകർ നക്കീർ വന്ന് മൻ റബ്ബുക വമൻ നബിയുക വമാ ഖിബ്ലതുക വമാ ഇമാമുക. കണ്ടോ? അപ്പൊ മരിച്ചവരെക്കാൾ ജീവിച്ചിരിക്കുന്നവരെക്കാളും കേൾവി ശക്തി കൂടുതലാണ് മരിച്ചവർക്ക്. അതുകൊണ്ട് തന്നെ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും സമമല്ല. മനസ്സിലായില്ലേ? മരിച്ചോലും ജീവിച്ചിരിക്കുന്നവരും സമമല്ല. കാരണം ജീവിച്ചിരിക്കുന്നവരെക്കാളും കേൾവി ശക്തി കൂടുതലാണ് മരിച്ചവർക്ക്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമല്ല. നമുക്ക് മലക്കിന്റെ ശബ്ദം കേൾക്കാൻ പറ്റൂല, അവർക്ക് മലക്കിന്റെ ശബ്ദം പോലും കേൾക്കാം. അതുകൊണ്ട് തന്നെ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും സമമേ അല്ല. മനസ്സിലായില്ലേ? മൈക്കിടിക്ക്. മലക്കുകള് ഖബറിൽ വന്നിട്ട് പിന്നെ ചോദ്യം ചോദിക്കുന്നു, അത് മരിച്ചവർ കേൾക്കുന്നു ഖുർആനിലുണ്ടോ? മൈക്ക് റിലീസ്. അല്ല, ഞങ്ങള് ഹദീസ് അനുസരിച്ച് പറയുന്ന ആൾക്കാരും കൂടിയാണ്. ഞങ്ങൾ അതാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചോദിച്ചത്. നിങ്ങൾ ഹദീസ് സ്വീകരിക്കാത്ത ആളാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ തുറന്നു പറഞ്ഞോളൂ കേട്ടോ. എന്നാ പിന്നെ ഇൻഷാല്ലാ ഈ ചർച്ചയൊക്കെ നമുക്ക് മാറ്റാം അവിടെ. ഹദീസിൽ അങ്ങനെയൊക്കെ കാണാം. മുൻകർ നക്കീർ വരുന്നു, ചോദ്യം ചോദിക്കുന്നു എന്നൊക്കെ ഹദീസിൽ കാണാം. അപ്പൊ ഹദീസ് സ്വീകരിക്കാത്ത ആളാകുമ്പോൾ ഈ പ്രശ്നമൊക്കെ നമുക്ക് അവിടെ മാറ്റി വെക്കാം. മൈക്കെടുത്തോളൂ. നമ്മൾ ഇതുവരെ സംസാരിച്ചത് പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ എവിടെയും ഖബറിലെ ചോദ്യമോ അല്ലെങ്കിൽ ഖബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ മുൻകർ നക്കീർ വന്ന് ചോദിക്കുന്ന കാര്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ കാര്യങ്ങൾ, ഇസ്ലാമിക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നത്. ചേകന്നൂരി അല്ല. കാരണം ചേകന്നൂരിനെ എനിക്കറിയില്ല, ഞാൻ അതുവരെ കേട്ടിട്ടില്ല ചേകന്നൂരിനെ. മൈക്ക് റിലീസ്. അപ്പൊ സുഹൃത്ത്, ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളൊക്കെ നിർവഹിച്ചു വരുന്നത്. ഷുവർ? ഇസ്ലാമിക കാര്യങ്ങളൊക്കെ നിങ്ങൾ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണോ സ്വീകരിച്ചു വരുന്നത്? അവിടെ തന്നെ പിഴവുണ്ട് സുഹൃത്തെ, മാറ്റണം. അല്ല, മാറ്റിയെടുക്കണം. ഒരുപാട് മാറ്റാനുണ്ട് സുഹൃത്തെ. എന്നാ പിന്നെ നമ്മൾ ഈ ചർച്ചകളൊക്കെ ചെയ്യുന്നതിൽ കാര്യമില്ല. നമ്മൾ ഈ ചർച്ചകൾ കൊണ്ടുപോകുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അല്ല, അതൊക്കെ അത് നമുക്ക് ചർച്ച അവിടെ നിർത്തുക. കാരണം സുഹൃത്ത് അടിസ്ഥാനപരമായി മറ്റൊരു പിഴവിലാണുള്ളത്, വലിയൊരു പിഴവിലാണുള്ളത്. നമ്മളിപ്പോ ശരി അല്ല ഇസ്ലാമിസ്റ്റ്, ഞാനിപ്പോ നിങ്ങളുടെ നന്മക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇതുങ്ങൾ വേണമെങ്കിൽ വിശ്വസിക്കാം, ഇപ്പൊ അല്ലേ വിശ്വസിക്കാതിരിക്കാം. പക്ഷെ സുഹൃത്ത്, ഖുർആൻ അനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആളാണ് എന്ന് പറയുന്നത് വലിയൊരു അപരാധവും ആഖിറം പൂർണ്ണമായി ഫെയിലിയർ ആവാനും ഉള്ള ഏറ്റവും വലിയൊരു കാരണമാണ് എന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ. കാരണം യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. പരിശുദ്ധമായ ഖുർആൻ തന്നെ അത് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് കുറെ ആളുകൾ പിഴച്ചു പോവാറുണ്ട്. മനസ്സിലായില്ല? അതുകൊണ്ട് ഖുർആൻ അനുസരിച്ച് പോയാൽ മുജാഹിദല്ലാന്ന് മനസ്സിലായി. മുസ്ലിയാരങ്ങാടിക്ക് ഒരു ബേജാറ്, അച്ഛനെ ഇവൻ മുജാഹിദല്ലാലോ, അതുകൊണ്ട് സമാധാനായി എന്നാ മുസ്ലിയാരങ്ങാടി പറയുന്നത്. മുസ്ലിയാരങ്ങാടിക്ക് സമാധാനായി. അതുകൊണ്ട് ഇസ്ലാമിസ്റ്റ് നമുക്ക് ചർച്ച ആധികാരികമായും അടിസ്ഥാനപരമായും തുടരേണ്ടതുണ്ട്. അല്ലാതെ ഈ മേലെയുള്ള ഈ മരുന്ന് മേലെയുള്ള ചൊറിക്ക് വെച്ചിട്ട് കാര്യമില്ല. ഉള്ളിൽ കഷായം തന്നെ കുടിച്ചിട്ട് ഉള്ളിലുള്ള മരുന്ന് പിന്നെ കംപ്ലീറ്റ് ചൊറിയും പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ചികിത്സിക്കുക തന്നെ വേണം. അള്ളാഹു താല ഖൈർ ചെയ്യട്ടെ. സുഹൃത്തും അതിനുവേണ്ടി ശ്രമിക്കണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ എന്നോട് സഹകരിക്കണം. നമുക്ക് വിഷയം ആധികാരികമായിട്ട് തുടരാലോ. നമ്മൾ തയ്യാറാണ്. അള്ളാഹു താല ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. തീർച്ചയായിട്ടും പിന്നെ
പയോളി എന്തായാലും ഇവിടെ സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഞാൻ ഏതായാലും ഈ സമയത്തൊക്കെയാണ് ഇവിടെ നെറ്റിൽ വരാറ്, അല്ലെങ്കിൽ ഈ സമയത്ത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഞാൻ നേരത്തെ ഞങ്ങളോട് ചോദിച്ചത്, ഞാൻ കാര്യങ്ങൾ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുന്നത് എന്നല്ല, പരിശുദ്ധ ഖുർആൻ എന്നാണ് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആയത്തുകളെ കുറിച്ചാണ് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? മൈക്ക് പോയോന്ന് ചോദിക്കുന്ന ആരോ? കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്? അത് അതിന്റെ ഇടയിൽ മൈക്ക് പോയോന്ന് ആരോ ചോദിച്ചു, അതാണ് ചോദിക്കാൻ കാരണം. അപ്പോൾ ഞാൻ പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിനെ മനസ്സിലാക്കി വരുന്നത്. ഞാൻ ഹദീസുകൾ സ്വീകരിക്കാത്ത ഒരാളൊന്നുമല്ല. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ 5 നിസ്കാരം നോമ്പും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹദീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ ഹദീസുകൾ ഒരിക്കലും പരിശുദ്ധ ഖുർആന് എതിരാവാൻ സാധ്യതയില്ലല്ലോ. അതാണ് എൻ്റെ ഒരു പോയിന്റ്. കാരണം ഈ പരിശുദ്ധ ഖുർആനിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആയത്തുകളും സംസാരിക്കുന്നത് മരണാനന്തര ജീവിതത്തെ കുറിച്ചാണ്. എന്നാൽ ഇതിനകത്ത് ഖബറിനകത്തുള്ള ഈ ചോദ്യം, ഈ മുങ്കർ നക്കീർ കേൾപ്പിക്കുന്ന പരിപാടിയൊന്നും ഖുർആനിൽ എവിടെയും വിശദീകരിച്ചിട്ടില്ല. എന്നാൽ ഖുർആൻ എല്ലാ കാര്യത്തിനും വിശദീകരണമാണെന്ന് പറയുന്നുണ്ട്. അതാണ് എന്റെ പ്രശ്നം. മൈക്ക് റിലീസ്. അത് ശരി സുഹൃത്തെ, ഖുർആൻ പറഞ്ഞതിന് എതിരല്ലാൽ അത്. ഖുർആനില് അങ്ങനെ കബറിൽ ചോദ്യം ഇല്ല എന്ന് ഖുർആനിൽ പറയും, അല്ല കബറിൽ ചോദ്യം ഉണ്ടെന്ന് റസൂലുള്ള പറഞ്ഞ എതിരായി. ഖബറിലുള്ള ചോദ്യത്തെ കുറിച്ച് ഖുർആൻ സുക്കൂത്താകുമ്പോ റസൂലുള്ള അത് ഉണ്ട് എന്ന് പറഞ്ഞാൽ എതിരില്ലാലോ. എതിരാവണമെങ്കിൽ ഉള്ള ഒരു എതിര് വേണ്ടേ? അതിനെതിരായിട്ട് ഖുർആനിൽ വേണ്ടേ? ഇല്ല. മനസ്സിലായില്ല? അപ്പൊ എതിരുണ്ടെങ്കിലല്ലേ, ഖുർആനെതിരെ ഒരിക്കലും ഹദീസ് വരൂല. എതിര് വരണമെങ്കിലോ അതിന്റെ ഓപ്പോസിറ്റ് ഖുർആനിൽ വേണം. കബറിൽ ചോദ്യമില്ല എന്ന് ഖുർആനിൽ വന്നാൽ ഓക്കെ, കബറിൽ ചോദ്യം ഉണ്ടെന്ന് റസൂലുള്ള പറഞ്ഞത് എതിരാന്ന് പറയാം. ഇനി കബറിൽ ചോദ്യം ഇല്ല എന്ന് ഖുർആനിൽ ഇല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ള പറഞ്ഞത് എതിരല്ല. എതിരല്ലെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യാം. മനസ്സിലായില്ലേ? എതിരല്ലെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യാം നിങ്ങളെ വാദപ്രകാരം തന്നെ. ഇറ്റ് ഈസ് റൈറ്റ്. എതിരല്ല. ഇപ്പൊ നമ്മൾ സംസാരിച്ച വിഷയവും എതിരല്ല. ഖുർആനിൽ അങ്ങനെ ഒരു പരാമർശം ഇല്ല. ഇല്ലാത്ത പരാമർശം വെറുതെ തെറ്റായ ഖുർആൻ പരിഭാഷയിൽ ഉണ്ടാക്കി തീർത്തതാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ കേൾപ്പിക്കുക ഇല്ല എന്നാണ് ഖുർആനിലുള്ളത്. മറിച്ച് ഖുർആൻ തന്നെ പറയുന്നു അള്ളാഹു ആണ് കേൾപ്പിക്കുന്നത് എന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ എതിരല്ല, അതൊന്നും എതിരായിട്ടൊന്നും അങ്ങനെ വരൂല. പക്ഷെ വഹാബികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആശയക്കാർ, പുത്തൻ ആശയക്കാരൊക്കെ അത് എതിരാക്കിയിട്ട് കള്ളപ്പരിഭാഷ എഴുതുന്നതാണ്. ശരിക്ക് അതാണല്ലോ മുന്നിൽ ഇങ്ങോട്ട് കിട്ടിയാല് വൺ ബൈ വൺ, വേർഡ് ബൈ വേർഡ് അതിങ്ങോട്ട് കഷ്ണം മുറിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നക്ക നിശ്ചയം നീ കേൾപ്പിക്കൂല എന്നാ ഖുർആനിലുള്ളത്, ഞാൻ കേൾപ്പിക്കുന്നു അതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ അങ്ങനെ ഖുർആനിലുണ്ടോ? അതിനാണ് ഞാൻ മറ്റേ ആയത്തോതി പറഞ്ഞതെന്ന്. ഖുർആനിൽ അങ്ങനെ തന്നെ ഉണ്ട്, അള്ളാഹ് കേൾപ്പിക്കുന്നു. മനസ്സിലായില്ലേ? ഓക്കെ, ജസാക്കുമുല്ലാഹ്. പറയാം. അപ്പോ മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് ഇസ്ലാമിസ്റ്റ്. പക്ഷെ ഇനിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയാം? നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ല സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞു ഇസ്ലാമിസ്റ്റ്. എനിക്ക് നിങ്ങളുടെ വളരെ നിങ്ങൾ ആ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ തുറന്ന് നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എല്ലാം നിങ്ങൾ തുറന്നു പറഞ്ഞു. ഉള്ളിൽ ഒന്നും ഇല്ലാതെ നിഷ്കളങ്കമായ സമീപനം നിങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നു. പക്ഷെ ഇത് എല്ലാ സ്ഥലത്തും കാണിക്കണം നിങ്ങൾ. അല്ലാഹു തആല അത് തുടർത്തട്ടെ. കാരണം നിഷ്കളങ്കമായ മനോഭാവം തുറന്ന് പറയുക, ആ വിഷയം മനസ്സിലായാൽ അംഗീകരിക്കുക, ഇതൊക്കെയാണ് ഒരു മനുഷ്യന് വേണ്ടത്. അത് നിങ്ങളിൽ ഞാൻ കണ്ടു. നിങ്ങൾ തുറന്നു പറഞ്ഞു ഞാൻ ഖുർആൻ അനുസരിച്ച് ദീന് പഠിക്കാൻ ശ്രമിക്കുന്ന ആളാണെന്ന്. ഹദീസ് നിങ്ങൾ തള്ളുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഖുർആനിനെതിരെ ഹദീസ് വരില്ല എന്നും നിങ്ങൾ പറഞ്ഞു. അതൊക്കെ കറക്റ്റാണ്, അതിലൊന്നും എതിർപ്പില്ല. ഖുർആനിനെതിരെ വരുന്ന ഹദീസ് നിങ്ങൾ സ്വീകരിക്കും വേണ്ട. അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. ഖുർആനിന് എതിരെ വരുന്ന ഹദീസുകൾ നിങ്ങൾ സ്വീകരിക്കണ്ട. ഖുർആനിനെതിരെ ഹദീസ് വരൂല എന്നാ അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഖുർആനിനെതിരെ അള്ളാഹുവിന്റെ റസൂൽ വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, അള്ളാഹ് തന്നെ ഖുർആനിൽ പറഞ്ഞതാണ്. അള്ളാഹിന്റെ റസൂല് സ്വന്തമായി ഒരു വാക്കും പറയില്ല. അതൊക്കെ റബ്ബുൽ ആലമീനായ അള്ളാഹ് പറയുന്ന വാക്കാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു വാക്ക് ഖുർആനിന് എതിരായി വന്നാൽ പരിശുദ്ധമായ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ എതിർ പറഞ്ഞു എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് ഇംപോസിബിൾ, പാടില്ല തന്നെ. അതുകൊണ്ട് തന്നെ അത് ദൈവത്തിന്, ആ ദൈവികതയ്ക്ക് എതിരാണ്. അങ്ങനെ ഒന്ന് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഉള്ളതൊന്നും എതിരല്ല, മനസ്സിലാക്കുക. പിന്നെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, ഈ പരിഭാഷ എപ്പോഴും തെറ്റാണ്.
ഞാൻ സുഹൃത്തെ ഇസ്ലാമിസ്റ്റ് നിങ്ങളായതുകൊണ്ടാണ് ഞാൻ നേരത്തെ പരിഭാഷന്റെ കാര്യം ഒന്നിറങ്ങിയത്. ഈ പരിഭാഷ ഞാൻ സ്വീകരിക്കൂല. എന്താ കാരണം വെച്ചാൽ എല്ലാം തെറ്റാ. പരിഭാഷപ്പെടുത്താൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ പരിഭാഷകൾക്ക് അധീനമല്ല, അതീതമാണ്. പരിശുദ്ധ ഖുർആൻ പരിഭാഷകൾക്ക് അതീതമാണ്, അധീനമല്ല. ഒരാൾക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയുന്നതല്ല ഖുർആൻ. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. നമുക്ക് ചർച്ച ഇൻഷാ അല്ലാഹ് നാളെ തുടരാം. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പരിഭാഷയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പരിഭാഷയാണ് അടിച്ചിരിക്കുന്നത്, ശരിക്കും ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. എന്താ എക്സാമ്പിള്? ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുന്ന. ഖുർആനിലെ ഒരു ആയത്താണ്. ആ ആയത്തിന് പരിഭാഷക്കാരൻ എഴുതിയ പരിഭാഷകൾ നോക്കി നോക്ക്. അവർ നിങ്ങളുടെ കുപ്പായമാണ്, നിങ്ങൾ അവരുടെ കുപ്പായവും ആണ്. എന്താ ഇപ്പൊ ഖുർആൻ എങ്ങനെയാ? പെണ്ണുങ്ങളെ പറ്റി പറയാ, പെണ്ണുങ്ങൾ നിങ്ങളെ കുപ്പായാണ്, നിങ്ങൾ പെണ്ണുങ്ങളെ കുപ്പായമാണ്. എന്താ ഇപ്പൊ ഈ പറഞ്ഞ് അള്ള പറയുന്ന വാക്കാ അത്? നിങ്ങളെ ആലോചിച്ച് നോക്ക്. പരിഭാഷക്കാരൻ പരിഭാഷ എഴുതിയതപ്പത്. നിങ്ങൾ ഓല കുപ്പായാണ്, ഓലുങ്ങളെ കുപ്പായാണ്. ഇതാണോ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല. പരിശുദ്ധമായ ഖുർആൻ അതാണ് പറഞ്ഞത്, പരിഭാഷകൾക്ക് അതീതമാണ്, അധീനമല്ല. ലഫ്ളം ബി ലഫ്ള്, വേർഡ് ബൈ വേർഡ് അത് പരിഭാഷപ്പെടുത്താൻ സാധ്യവും അല്ല. തെറ്റാണ് ആ പരിഭാഷ. ആ പരിഭാഷകളൊക്കെ തെറ്റാണ്. ഇനി ഒട്ടനവധി അതിനൊക്കെ എന്താ കുഴപ്പം? അങ്ങനെ ഒരുപാട് ആയത്തുകൾ പരിഭാഷകളുണ്ട്, പരിഭാഷക്ക് ഒരുപാട് പ്രശ്നമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ പരിഭാഷ എന്നുള്ള കേസ് ഞാൻ അംഗീകരിക്കാറില്ല. പരിഭാഷ എപ്പോഴും അള്ളാഹു എന്തൊന്ന് ഉദ്ദേശിച്ചുവോ അതുമായിട്ടൊരു പുലബന്ധം പോലും ഇല്ലാത്ത പരിഭാഷകളാണ് കാണുന്നത്. അള്ളാഹു തആല ഖൈർ ചെയ്യട്ടെ. ഞാൻ മൈക്ക് വിട്ടു. സത്യത്തില് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പരിഭാഷയിലും സത്യത്തിൽ എനിക്ക് തെറ്റായിട്ടും തോന്നിയിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ പരിഭാഷയിലും നീ കേൾപ്പിക്കുകയില്ല എന്ന് തന്നെയാണ്, അല്ലാതെ മരിച്ചവർ കേൾക്കുകയില്ല എന്നല്ല പറയുന്നത്. പിന്നെ പരിഭാഷയിലും പറയുന്നത് നീ കേൾപ്പിക്കുകയില്ല എന്നാണ്. അതേസമയം പിന്നെ അത് മറ്റൊരു വിഷയം. വേറൊരു കാര്യത്തിൽ പേര് ജീവിച്ചിരിക്കുന്നവർ മാത്രമേ കേൾക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനല്ല, അതിൽ നിനക്ക് കേൾപ്പിക്കാൻ കഴിയുകയില്ല എന്നാണ്. ആ കഴിയുക എന്ന പ്രയോഗം അവിടെ ഇല്ല എന്നാ പറഞ്ഞ ഖുർആനില്. നിങ്ങൾ ആദ്യം അടിച്ച ആയത്ത് നിങ്ങൾ നോക്കി നോക്ക്. ആദ്യം അടിച്ച ആയത്ത് ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്ക് കഴിയില്ല എന്നാണ് അടിച്ചത്. ആ കഴിയുക എന്ന പദം തന്നെ ഖുർആനിലില്ല, കളവ. മറിച്ച് എന്താ ഉള്ളത്? ഖുർആനിൽ നീ കേൾപ്പിക്കുകയില്ല എന്നുള്ളൂ, നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്നല്ല. അത് തെറ്റാന്നാ പറയുന്നത്. കണ്ടോ എത്ര മാറിയ അർത്ഥം. മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് പറയുന്നതും നീ കേൾപ്പിക്കുകയില്ല എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് വഹാബി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇങ്ങനെയുള്ള പുത്തനാശയക്കാരൻ നീ കേൾപ്പിക്കുകയില്ല എന്നതിന് പകരം നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് കള്ള അർത്ഥാണത് കൊടുത്തിരിക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? അല്ലാതെ ആ പറഞ്ഞത് ശരിയല്ല, ആ അർത്ഥം തെറ്റാണ്. പരിഭാഷയിൽ ഞാനിപ്പോ കണ്ടത് നിനക്ക് കേൾപ്പിക്കാൻ ആവുകയില്ല എന്നാണ്. കഴിയുകയില്ല എന്നല്ല, നിനക്ക് കേൾപ്പിക്കാൻ ആവുകയില്ല എന്ന്. അതായത് തീർച്ചയായിട്ടും അത് കഴിയാന്നൊരു പദം അവിടെ ഞാൻ കണ്ടിട്ടില്ല. രണ്ട് പരിഭാഷയിലും കണ്ടത് കേൾപ്പിക്കാൻ ആവുകയില്ല എന്നാണ്. പിന്നെ അത് രണ്ടാമതൊരു ഈ ആയത്തിന്റെ ഒരു അർത്ഥം എന്താ വരുന്നത്? ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം, നിങ്ങൾ എടുത്ത് പറഞ്ഞാൽ മതി. സുഹൃത്തുക്കളെ, മൂപ്പര് നേരത്തെ ഫസ്റ്റ് അടിച്ച ആ പരിഭാഷ ഉണ്ടല്ലോ, ആ പരിഭാഷ ഒന്നെടുത്തു നോക്ക്. അതിൽ കേൾപ്പിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെ അടിച്ചെന്ന എൻ്റെ ഓർമ്മ. ഫസ്റ്റ് അടിച്ച ഏറ്റവും ഫസ്റ്റിൽ അദ്ദേഹം അടിച്ചിരിക്കുന്ന ആ ആയത്തിന്റെ അർത്ഥങ്ങളൊന്ന് നോക്ക്. മരണപ്പെട്ടവരെ ശരിക്കും ശ്രദ്ധിക്കുക. ഇതല്ല ഇതിന്റെ ഒക്കെ ഫസ്റ്റ് മൂപ്പര് മുമ്പ് അടിച്ചിട്ടുണ്ട്. കേൾക്കുന്നവർ മാത്രമേ ഉത്തരം നൽകുകയുള്ളവരും, മരിച്ചവരാകട്ടെ അള്ളാഹു എങ്ങനെ അടിച്ചാല് കണ്ടോ ഇപ്പൊ മുഹമ്മദ് ആദ്യം അടിച്ചു കേട്ടോ, കണ്ടോ? എന്നാൽ മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാനാവില്ല. കണ്ടോ? കേൾപ്പിക്കാനാവില്ല. ആവില്ല മീൻസ് കഴിയില്ല. ആവില്ല എന്ന് പറഞ്ഞാലും എനിക്ക് ആവൂല എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയൂല എന്ന് തന്നെയല്ല അർത്ഥം. ആവില്ല എന്നാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത് അല്ലേ?
മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാനാവില്ല. ആവുക മീൻസ് കഴിയുക, അവതാവുക, കഴിയുക എന്നാണ്. ആവില്ല, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ആവില്ല എന്നല്ലേ. ആവില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല എന്നാണ്. അത് മീൻസ് മുറാദിഫാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും പ്രിയപ്പെട്ട സുഹൃത്തെ, അങ്ങനെ കേൾപ്പിക്കാനാവില്ല എന്നും അല്ല അതിന്റെ അർത്ഥം. മരിച്ചവരെ നീ കേൾപ്പിക്കില്ല എന്നാണ്. നീ കേൾപ്പിക്കില്ല എന്നാണ്. മരിച്ചവരെ കേൾപ്പിക്കുന്നത് ഞാനാണ് എന്നാണ് ആ ആയത്തിന്റെ മഫ്ഹൂം, അതുകൊണ്ടുള്ള ഉദ്ദേശവും. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. മറ്റൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശാലമായിട്ട് നാളെയൊക്കെ ചർച്ച ചെയ്യാം. മൈക്കൊന്നും കൂടി സുഹൃത്തിനെ എടുത്തോളൂ. അതുകൂടാതെ കേൾക്കുന്നവർ മാത്രമേ ഉത്തരം നൽകുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം മരിച്ചവർ കേൾക്കില്ല എന്ന് തന്നെയല്ലേ? അപ്പൊ നമുക്ക് കേൾപ്പിക്കാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്, അള്ളാഹു കേൾപ്പിക്കും എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, മരിച്ച ആളോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് അള്ളാഹു കേൾപ്പിക്കും എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? മൈക്ക് റിലീസ്. കേൾക്കുന്നവർ മാത്രമേ ഉത്തരം ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞാല് ഇപ്പൊ കേൾക്കുന്നവർ മാത്രമേ ഉത്തരം ചെയ്യൂ. ഇപ്പൊ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളോട് പ്രാർത്ഥിക്കാന്ന് അതിന്റെ അർത്ഥം? അങ്ങനെ ഉണ്ടോ? അപ്പൊ കേൾക്കുന്നവരോടെല്ലാം പ്രാർത്ഥിക്കാന്ന് അർത്ഥമില്ല. അങ്ങനെയില്ല. കേൾക്കുന്നവരോടെല്ലാം പ്രാർത്ഥിക്കാന്ന് അതിന്റെ അർത്ഥം? ശരി, അങ്ങനെ അർത്ഥം വെക്കണം. അത് ന്യായമായ ഭാഷ ആണോ? അല്ല, ഒരിക്കലും അല്ല. കേൾക്കുന്നവരോട് പ്രാർത്ഥിക്കാം എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. മരിച്ചവര് കേൾക്കും. കേൾപ്പിക്കുന്നത് അള്ളാഹു ആണ്. കേൾക്കുന്നവർ മാത്രമേ ഉത്തരം നൽകൂ. അതൊക്കെ റൈറ്റാണ്, അതിലൊന്നും എതിരഭിപ്രായമില്ല. കേൾക്കാത്തവൻ ഒരിക്കലും ഉത്തരം നൽകൂല. മരിച്ചവർ കേൾക്കുന്നു, അതുകൊണ്ട് മരിച്ചവർ ഉത്തരം നൽകുകയും ചെയ്യുന്നു. ഈ പറഞ്ഞതിൽ എവിടെയാണ് ആയത്തിന് എതിർപ്പുള്ളത്? അതുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കാമെന്നല്ല, അത് കേൾക്കുന്ന ജീവിച്ചിരിക്കുന്നവരോടും പ്രാർത്ഥിക്കാൻ പറ്റൂല. ഞാൻ വൈക്കോട്ടെ. ഓക്കെ, അല്ല, ഇവിടെ പറഞ്ഞത് കേൾക്കുന്നവർ മാത്രമേ ഉത്തരം നൽകുകയുള്ളൂ എന്നാ. അതിനർത്ഥം കേൾക്കുന്നവരോട് മുമ്പ് പ്രാർത്ഥിക്കാമെന്ന് ഞാനും അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇവിടെ ആ ആയത്തിൽ പറഞ്ഞ് കേൾക്കുന്നവർ മാത്രമേ ഉത്തരം നൽകുകയുള്ളൂ. മരിച്ചവരാകട്ടെ അള്ളാഹു ഉയർത്തെൽപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മരിച്ചവരെ അള്ളാഹു ഉയർത്തെൽപ്പിക്കുന്നവരെ അവർ കേൾക്കുകയില്ല എന്നല്ല മനസ്സിലാവേണ്ടത്. മൈക്ക് റിലീസ്. അതെങ്ങനെ അത് മരിച്ചവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മരിച്ചവര് കേൾക്കൂലെന്ന് കിട്ടുന്നത്? അതിപ്പോ എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമല്ലേ, മരിച്ചവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അതുകൊണ്ട് എങ്ങനെയാ മരിച്ചവര് കേൾക്കൂലെന്ന് കിട്ടല്? എനിക്ക് മനസ്സിലാവണില്ല. മരിച്ചവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അർത്ഥം അള്ളാഹു ഈ മരിച്ചവര് കേൾക്കൂലെന്നാ? അതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ആയത്തിൽ എന്തായാലും അത് പറഞ്ഞിട്ടില്ല. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളത് കൊണ്ട് പിന്നെ മരിച്ചവര് കേൾക്കൂല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അല്ല, എനിക്ക് മനസ്സിലാവാത്ത അത് എന്റെ കുഴപ്പമാണോ നിങ്ങൾ പറഞ്ഞതിന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. മുസ്ലിയാരെങ്ങാടി നിങ്ങൾക്ക് മനസ്സിലായിനോ? മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും, അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നതുകൊണ്ട് ഒരു കേൾക്കൂലെന്ന്? നമ്മളെ മുസ്ലിയാരെങ്ങാടി നമ്മളെ സുഹൃത്താണ്, അതുകൊണ്ടാണ് കേട്ടോ. നമ്മളൊരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. മുസ്ലിയാരെങ്ങാടി നിങ്ങൾക്ക് അതുകൊണ്ട് തിരിയുന്നുണ്ടോ? അതുകൊണ്ട് തിരിയുന്നുണ്ടോ? മരിച്ചവര് കേൾക്കില്ലോ എന്നല്ല, അതുകൊണ്ട് തിരിയുന്നുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. ഇത് നമ്മളെ മരിച്ചവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് മരിച്ചവര് കേൾക്കും എന്ന് മനസ്സിലാവുമോ? മുസ്ലിയാരങ്ങാടി എന്റെ കരളെ ഒന്ന് പറ, ഇങ്ങളെ കുടുക്കാനല്ല ഞാൻ. അങ്ങനെ ഉണ്ടല്ല, നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ദയവായി. ഒരു കാര്യം ചോദിച്ചാലും മുസ്ലിയാരങ്ങാടി മുണ്ടൂലോ. മുസ്ലിയാരങ്ങാടി വെട്ടുപോകുമെന്ന് വെച്ചിട്ടാണ് മുണ്ടാത്തത്. ഇല്ല, മുസ്ലിയാരങ്ങാടി മുണ്ടണില്ല. ആയിക്കോട്ടെ, എന്തായാലും ഹബീബെ, മരിച്ചവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചവര് കേൾക്കൂല എന്ന് വരൂല. മനസ്സിലായില്ലേ? അതെനിക്ക് മനസ്സിലാവണില്ല. അത് നിങ്ങൾക്ക് എങ്ങനെയാ തിരിഞ്ഞത് എന്ന് ഞാൻ മൈക്കോട്ടെ. നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു പോകുന്നത് ശരിയല്ലെന്ന് എനിക്ക് പറയാനുള്ളത്. കേൾക്കുന്നവർ മാത്രമേ ഉത്തരം നൽകുകയുള്ളൂ എന്നാ പറയുന്നത് അല്ലെ? ആ ആയത്ത് വളരെ കറക്റ്റ് ആണല്ലോ. പരിഭാഷയിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ പരിശോധിക്കാം. കേൾക്കുന്നവർ മാത്രമേ ഉത്തരം നൽകുകയുള്ളൂ, അതായത് കേൾക്കാത്തവർ ഉത്തരം നൽകുകയില്ല. പിന്നെ പറയുന്നത് മരിച്ചവരാകട്ടെ അള്ളാഹു ഉയർത്തെൽപ്പിക്കുന്നതാണ് എന്നാണ്. അപ്പൊ അതിനർത്ഥം കേൾക്കുന്നവർ മാത്രമേ ഉത്തരം നൽകുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ മരിച്ചവരെ കാര്യമാണ്.
മരിച്ചവരെ അള്ളാഹു ഉയർത്തെൽപ്പിക്കുന്ന വെച്ചാൽ മരിച്ചവർ കേൾക്കുകയില്ല എന്ന് വ്യക്തല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ഉറങ്ങുന്ന പിന്നെ ഉണർന്നിരിക്കുന്നവരെ കേൾക്കുകയുള്ളൂ, പിന്നെ ഉറങ്ങിക്കിടക്കുന്നവരെ അള്ളാഹു എണീപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുന്നവർ കേൾക്കില്ല എന്ന് വ്യക്തല്ലേ? മൈക്ക് റിലീസ്. ഹബീബെ, നിങ്ങൾ ഒന്ന് ആദ്യം മനസ്സിലാക്കി, കേൾക്കുന്നവര് മാത്രമേ ഉത്തരം നൽകൂ. മരിച്ച ആളുകൾ കേൾക്കും, മനസ്സിലായില്ലേ? അവരെ അള്ളാഹു എന്ത് ചെയ്യുന്നു? ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് എന്ന് പറയുന്നതുകൊണ്ട് മരിച്ച ആൾക്കാർ കേൾക്കൂല എന്നെങ്ങനെയാ കിട്ടുക? ആ ആയത്തിന്ന് കിട്ടൂല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ആയത്തിന്റെ ലഫ്ളൊന്നും ഒരിക്കലും കിട്ടൂല. എനിക്കത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത്രയും വാശിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓലിനി ഒന്നും കേൾക്കൂല എന്നുള്ള അർത്ഥം അതെങ്ങനെയാ കിട്ടണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹു അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചോലി കേൾക്കൂല. അല്ല മഞ്ചാടി, അതിന് വേറൊരു കുഴപ്പമുണ്ട്. നിങ്ങൾ ഇദ്ദേഹത്തെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇദ്ദേഹം വേറെ ഒരു ലെവലിലുള്ള ചിന്ത ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ മാനസികമായി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാ കിട്ടണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ചുണ്ടാക്കേണ്ടി വരും, അല്ലാതെ ഖുർആനിലുള്ള ആ ആയത്തിൽ നിന്ന് അത് കിട്ടൂല. ഇത്രയും എനിക്കതിൽ പറയാനുള്ളൂ. ആ വാദഗതിയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവരുടെയൊക്കെ പലരുടെയും ടെക്സ്റ്റ് വായിക്കുമ്പോൾ അവര് മുജാഹിദും ചേകനൂരും ആക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പലരുടെയും ടെക്സ്റ്റിൽ. എന്തോ ആവട്ടെ, നമുക്കിപ്പോ എന്നെ കുറിച്ച് മറ്റുള്ളവർ എന്ത് കരുതിയാലും എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് പിന്നെ അല്ല, ടെക്സ്റ്റ് പലപ്പോഴും വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു രീതി അതാണ്. എന്തോ ആവട്ടെ, അതിപ്പോ ഇനിയിപ്പോ എന്ത് കരുതിയാലും എനിക്ക് വിഷയമൊന്നുള്ള കാര്യമുള്ളതല്ല. പക്ഷെ അവിടെ പറയുന്നത് പിന്നെ എന്താണ്, അയ്യോ ആയത്തെ പോലെ കേൾക്കുന്നവർ മാത്രമേ ഉത്തരം നൽകുകയുള്ളൂ എന്നാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് മരിച്ചവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണെന്ന്. ആ ആയത്തെ നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ചു നോക്കിയേ. കേൾക്കുന്നവർ മാത്രമേ ഉത്തരം നൽകുകയുള്ളൂ, ഉറങ്ങുന്നവരെ അള്ളാഹു ഉണർത്തുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും ചിന്തിച്ചാൽ മതി. മരിച്ചവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഉറങ്ങുന്നവരെ അള്ളാഹു ഉയർത്തുന്നതാണ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന ആളുകൾ കേൾക്കുകയില്ല എന്ന വ്യക്തമല്ല അവിടെ, അല്ലേ? ഓക്കെ, എന്തായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു, നിങ്ങൾ പറയും. മൈക്ക് അതെങ്ങനെയാ എങ്ങനെയാന്നാ എനിക്ക് മനസ്സിലാവാത്ത, എനിക്കൊന്നും തിരിയണില്ല. ഇല്ല, അതെന്റെ കുഴപ്പമാണ് സുഹൃത്തുക്കളെ. അല്ല, ഞാൻ നിങ്ങൾ മുൻവിധിയോടുകൂടെ മുൻധാരണയോടുകൂടെ ഒന്നും നിങ്ങൾ ഈ വിഷയത്തിൽ സമീപിക്കരുത് എന്നാണ് സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള വിഷയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അതോ എന്റെ ബുദ്ധിന്റെ കുറവാണോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും ഇപ്പൊ ഒരേമാതിരി ആയിക്കൊള്ളണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇദ്ദേഹം പറയണോ എന്ത് മരിച്ചവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്താവൂല, പിന്നെ മരിച്ചവര് കേൾക്കൂല എന്ന് മനസ്സിലാവുന്ന മൂപ്പര് പറയുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ ഈ പറയണത് എന്താന്നുള്ളത്? സുഹൃത്തെ, സംതിങ് മിസ്റ്റേക്ക് സുഹൃത്തെ. മുൻവിധിയോട് കൂടെ ഒന്നും ആരും അടിക്കണ്ട, അങ്ങനെ ഒരിക്കലും ഇല്ല. സുഹൃത്തിന് അത് എങ്ങനെയാ സുഹൃത്തിനത് മനസ്സിലായത്? അത് സുഹൃത്തിന്റെ മാത്രം പ്രശ്നമായിട്ടാണ് ഞാൻ മനസ്സിലാക്കണേ. കാരണം അതിൽ നിന്ന് ഒരിക്കലും അത് കിട്ടൂല. ഞാൻ മൈക്ക് വിട്ടു. ഓക്കെ, എന്തായാലും ഞാൻ അതിൽ തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അത് കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിട്ടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നതാണ് കേൾക്കുന്നവർ മാത്രമേ ഉത്തരം നൽകുകയുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത് പറയുന്നത് മരിച്ചവരെ പറ്റിയിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണല്ലോ മരിച്ചവർ കേൾക്കാത്തത് കൊണ്ടല്ലേ അതിനുശേഷം അടുത്ത ആയത്ത് മരിച്ചവരെ ആകട്ടെ അള്ളാഹു ഉയർത്തെൽപ്പിക്കണം. അപ്പൊ അതിനുശേഷം കേൾക്കുന്നവർ ഒരു മിനിറ്റ് സുഹൃത്തെ, ഈ ആയത്തിന് ഇപ്പോഴ് പറഞ്ഞത് നിങ്ങളുടെ വിശദീകരണല്ലേ? നിങ്ങൾ അതിനൊരു തഫ്സീർ കൊടുക്കുകയാണ്. ഈ പറഞ്ഞ രീതിയിൽ വേറെ ആരെങ്കിലും വിശദീകരിച്ചതായി നിങ്ങൾ കണ്ടു എന്ന് നിങ്ങൾ പറയാൻ കഴിയുമോ? അപ്പൊ ഒന്നുകൂടി അതിനൊരു പ്രസക്തി ഉണ്ട് നിങ്ങളുടെ സംസാരത്തിന്. അതല്ലാതെ ഞാൻ ഈ ആയത്ത് കണ്ട് ഞാൻ ഇങ്ങനെയാണ് കരുതിയിട്ടുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ലെന്ന് പറയുന്ന രീതി അത് ഇസ്ലാമിക ചർച്ചയിൽ ശരിയല്ലല്ലോ. മറിച്ച് വേറെ ആരെങ്കിലും ഒരു പ്രാമാണികരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഓക്കെ എന്ന് നിങ്ങൾ പറഞ്ഞു തന്നാൽ ചർച്ചക്കൊരു രസമുണ്ട്.
അത് പറഞ്ഞ ഉപകാരമായിരുന്നു. ഉസ്താദ് മൈക്ക് എടുത്തതിന് ശേഷം നിങ്ങൾ എടുത്തേക്ക്. അല്ല, അദ്ദേഹം അത് സ്വീകരിക്കുന്ന പറഞ്ഞില്ലേ, ഹദീസ് സ്വീകരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഹദീസ് സ്വീകരിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ ആ ചോദ്യത്തിന്റെ ഒരു ഈസിനെസിന് വേണ്ടി അദ്ദേഹം അപ്പോ ഹദീസ് ഖുർആനെതിരായിട്ട് വരില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രം അല്ലേ. ഹദീസ് സ്വീകരിക്കില്ല എന്ന് ഇസ്ലാമിസ്റ്റ് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇസ്ലാമിസ്റ്റ് അങ്ങനെ പറഞ്ഞോ? കണ്ടില്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. മറിച്ച് അപ്പൊ ചോദിച്ച വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചോദ്യം ഈസി ആവാൻ വേണ്ടിയിട്ട് പിന്നെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ മൈക്ക് വിട്ടു. ഒരു ഒറ്റ വിഷയം കൂടെ പ്രിയപ്പെട്ട ഈ സുഹൃത്ത് ഉസ്താദ് മൈക്കിൽ വരുന്നതിന് മുമ്പ് ഒന്നും കൂടെ പറയാണ്. അതായത് നിങ്ങൾ മരിച്ചവർ കേൾക്കാത്തതിന് ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഉറങ്ങുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നു. സാധാരണ നിങ്ങൾ സ്വയം നിങ്ങൾ കണ്ടെത്തിയ ഒരു നിർവചനം നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന വലിയൊരു അപകടത്തെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടില്ല. സാധാരണ സമൂഹം മൊത്തം പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട്. അതായത് ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താം, പക്ഷേ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ല എന്ന് പൊതുവായി എല്ലാവരും പറയുന്ന ഒരു വിഷയമാണ്. ഉറങ്ങുന്നവനെ നമുക്ക് ഉണർത്താൻ കഴിയും, അദ്ദേഹം കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ അദ്ദേഹത്തെ ഉണർത്താൻ കഴിയാ? വിളിച്ചിട്ട് അദ്ദേഹത്തെ വിളിച്ച് കേൾപ്പിച്ച് അദ്ദേഹത്തിന്റെ ഉറക്കിൽ നിന്ന് നമുക്ക് ഉണർത്താൻ കഴിയുന്നു. നേരെ മറിച്ച് ഉറക്കം അഭിനയിച്ച ഒരാളെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ഉണർത്താൻ കഴിയുന്നില്ല. അപ്പൊ നിങ്ങളെ അതിന് ഉദാഹരിച്ച ഉദാഹരണം ഒരു പിന്നെ എന്താ പറയാ പൊതുവായിട്ട് സാധാരണഗതിയിൽ പറയുന്ന ഒരു വിഷയത്തിന് എതിരാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഖുർആന്റെ ആയത്തിനെ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു രൂപം ഇവിടെ അവതരിപ്പിച്ചത് മുഫസ്സിരീങ്ങളായ ആളുകള് മുസ്ലിം ഉമ്മത്തൊക്കെ അംഗീകരിച്ച പൊതുവായ വിശ്വാസത്തിനും അതുപോലെ തന്നെ നിർവചനങ്ങൾക്കും എതിരായി നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ സാധാരണഗതിയിൽ പരസ്യമായ പൊതുസമൂഹം പറയുന്ന ഒരു ഉദാഹരണം പോലും പൊതുസമൂഹത്തിന്റെ വീക്ഷണത്തിന് എതിരായ ഒരു നിലപാടാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ടി വന്നതിൽ ഖേദമുണ്ട്. ചർച്ച നല്ല രൂപത്തിൽ വരട്ടെ. പയ്യോൾ ഉസ്താദിലേക്ക് മൈക്കൂടുന്നു. ഇസ്ലാമിസ്റ്റ് മൈക്കെടുത്തോളൂ സുഹൃത്ത് പറഞ്ഞോളൂ. തീർച്ചയായിട്ടും. പിന്നെ അതില് മൻചാടി പറഞ്ഞൊരു പോയിന്റില് എനിക്കൊരു യോജിപ്പില്ലായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഉറങ്ങുന്ന ആളുകളെ ഉണർത്താൻ പറ്റും, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അതൊരു പോയിന്റാണ്. ഉറക്കം നടിക്കുന്ന ആൾ കേൾക്കുമല്ലോ. അവിടെ ഉറക്കം നടിക്കുന്നവന്റെ ഒരു വിഷയം ഇവിടെ വരുന്നില്ല. കാരണം ഉറക്കം നടിക്കുന്ന ആൾ എന്തായാലും കേൾക്കാത്ത പ്രശ്നം വരുന്നില്ല. ഇവിടെ കേൾക്കുന്നവർ മാത്രമേ ഒരു ഉത്തരം നൽകുകയുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം മരിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മരിച്ചവർ കേൾക്കയില്ല എന്ന് ഞാൻ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ മനസ്സിലാക്കാം, എനിക്ക് അതുകൊണ്ട് വിരോധമില്ല. എന്തായാലും നമ്മൾ പിന്നെ തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരു വിഷയത്തിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള നിലപാടിൽ നിന്ന് മാറാനുള്ള സാധ്യതയില്ല. ഞാൻ മനസ്സിലാക്കിയ നിലപാടിൽ നിന്ന് എനിക്ക് ശരിയെന്ന് തോന്നിയ മാത്രമേ ഞാൻ മാറേണ്ടി വരുന്നുള്ളൂ. ഇനി ഖബറിലെ ഒരു ചോദ്യോത്തര വേളയാണ് നമുക്ക് വിഷയം ചർച്ച ചെയ്യേണ്ടതുള്ളത്. ആ വിഷയം നമുക്ക് നാളെ അതായത് നിങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ മാറാൻ തയ്യാറില്ല നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ മനസ്സിലാക്കിയ വിഷയങ്ങൾ പയ്യൂർ സാഹിബ് പറയൂ, ഞങ്ങൾ മനസ്സിലാക്കിയ വിഷയങ്ങൾ ഞങ്ങളുടെ ആരുടെയെങ്കിലും സ്വന്തമായ ഒരു വ്യൂ പോയിന്റിൽ നിന്നല്ല, മറിച്ച് മുസ്ലിം ഉമ്മത്തിലെ അംഗീകരിക്കപ്പെട്ട മുഫസ്സിരീങ്ങളായ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞതനുസരിച്ചാണ്. നേരെ മറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയത് ഇവിടെ അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വന്തമായ ഒരു വ്യൂ പോയിന്റിൽ നിന്നാണെന്നാണ് പൊതുവെ എല്ലാവർക്കും മനസ്സിലായത്. അപ്പൊ അതിനെക്കുറിച്ചാണ് പയ്യോൾ ഉസ്താദ് നിങ്ങളോട് ക്രോസ് ചെയ്തുകൊണ്ടിട്ട് ആ സംശയം തീർക്കാൻ വേണ്ടി, നിങ്ങളുടെ ആ ധാരണ തിരുത്താൻ വേണ്ടിയിട്ടാണ് പയ്യോൾ ഉസ്താദ് വിഷയങ്ങളെ അനാവരണം ചെയ്യുന്നത്. ഉസ്താദിലേക്ക് തന്നെ മൈക്കോടുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇസ്ലാമിസ്റ്റ് നിങ്ങളിപ്പോ ഒരു വിഷയം തെരഞ്ഞെടുത്തു. അതിന് നിങ്ങൾ ഹദീസുകൾ സ്വീകരിക്കും എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിന് എതിരല്ലാത്ത ഹദീസുകളൊക്കെ നിങ്ങൾ സ്വീകരിക്കുന്നാണ് പറഞ്ഞത്. ഖുർആനിന് എതിരല്ലാത്ത ഹദീസുകൾ സ്വീകരിക്കും എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? ഖുർആനിന് എതിരെ ഹദീസ് ഉണ്ടാവില്ല. അഥവാ ഖുർആനിന് എതിരെ ഹദീസ് കണ്ടാൽ രണ്ടിലൊന്ന് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് അതിന്റെ അർത്ഥം.
ഒരു സഹീഹായ ഹദീസ് ഖുർആനിന് എതിരെ നിങ്ങൾ കണ്ടു എന്ന് വന്നാൽ രണ്ടിലൊന്നിൽ ദുർവ്യാഖ്യാനം നടന്നിട്ടുണ്ട് എന്ന് അർത്ഥം. ഇസ്ലാമിസ്റ്റ് രണ്ടിലൊന്നിൽ ദുർവ്യാഖ്യാനം നടന്നിട്ടുണ്ട് എന്ന അർത്ഥം. അല്ലാതെ പരിശുദ്ധമായ ഖുർആൻ ഹദീസിന് എതിരാവൂല. അതുകൊണ്ട് നിങ്ങൾ ഹദീസ് സ്വീകരിക്കും, സഹീഹായി വന്ന ഹദീസുകളെല്ലാം നിങ്ങൾ സ്വീകരിക്കും എന്ന് നിങ്ങൾ തീരുമാനമുണ്ടോ? അത് നിങ്ങൾക്ക് അങ്ങനെ ഉറച്ചു പറയാൻ പറ്റുമോ? സഹീഹായ പരമ്പരയിൽ വന്ന ഹദീസുകളെല്ലാം ഞാൻ സ്വീകരിക്കും എന്ന പോയിന്റിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ നാളെ ചർച്ച ആ മൈക്ക് കൊടുക്കാം. മൈക്ക് മൂപ്പർക്ക് തന്നെയല്ലേ, മൈക്ക് പറഞ്ഞോളി. ഓക്കെ, അത് ഞാൻ പറയാം. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, പിന്നെ മുൻകാല പണ്ഡിതന്മാര്, പ്രാമാണികരമായ പണ്ഡിതർ ആരെങ്കിലും അത്തരത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. ഇവിടെ മഞ്ചാടി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെതല്ല, മുൻകാല പണ്ഡിതന്മാരുടെ അഭിപ്രായമാണെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുൻകാല പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാതെ മുൻകാല പണ്ഡിതന്മാരുടെ അഭിപ്രായത്തെ തന്നെ പിൻപറ്റിയിട്ട് പോകണം എന്ന് യാതൊരു നിർബന്ധമില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ വേദം നമുക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ്, അത് നമുക്കും കൂടിയാണ് നൽകിയിട്ടുള്ളത്. അല്ലാതെ മുൻകാല പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ജീവിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, പിന്നെ തീർച്ചയായിട്ടും അല്ലെ, പൂർവികരായ പണ്ഡിതന്മാർ ഇപ്പം പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്, അവർ അവരുടെ പൂർവികരായ ആളുകളുടെ ജൽപ്പനങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. അവർ പരിശുദ്ധ ഖുർആൻ കേൾക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ പൂർവികർ കണ്ടെത്തിയത് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ജനതയോടാണ് പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ വേദം സ്വീകരിക്കണം. ഓക്കെ സുഹൃത്തെ, മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ്. അല്ലാഹു തആല നാഫിയായ ഇൽമു പ്രദാനം ചെയ്യുമാറാകട്ടെ. കുഴപ്പമില്ല. അപ്പൊ പണ്ഡിതന്മാരുടെ വാക്ക് മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേജുകളിൽ കടക്കുന്ന കേസല്ലേ. അപ്പൊ ഇവര് പിന്നെ നമുക്ക് ഹദീസിന്റെ കാര്യത്തിലേക്ക് കടക്കാം. ഹദീസ് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകാലോ. ഹദീസുകൾ സഹീഹായ ഹദീസുകൾ സ്വീകരിക്കുമോ? അത് നിങ്ങൾ മൈക്കെടുത്തിട്ട് പറയും. സഹീഹായ പരമ്പരയിൽ ബുഖാരിയിലും മുസ്ലിമിലും സ്ഥിരപ്പെട്ടു വന്ന ഹദീസ് നിങ്ങൾ സ്വീകരിക്കുമോ? മൈക്കെടുത്തിട്ട് അത് പറഞ്ഞോളൂ. അത് മാത്രം ചർച്ച ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നീടുള്ള സമയങ്ങളിൽ ചർച്ച ചെയ്യാലോ. ഖുർആന് ഹദീസ് നിങ്ങൾ സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. വേഗം മൈക്കെടുത്തോളൂ. ഹദീസ് ഞാൻ സ്വീകരിക്കും, നിഷേധിക്കില്ല ഒരിക്കലും. പക്ഷെ ഹദീസ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനോട് യോജിക്കുന്നതായിരിക്കണം. ഇവിടെ താങ്കൾ ചോദിച്ചത് സഹീഹ് മുസ്ലിം, സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ സ്വീകരിക്കുമെന്നാണ്. ഞാൻ എല്ലാ ഹദീസും സ്വീകരിക്കൂല. കാരണം പല ഹദീസുകളും ശാസ്ത്രത്തിന് തന്നെ വിരുദ്ധമായിട്ടുള്ളതും പരിശുദ്ധ ഖുർആന് വിരുദ്ധമായിട്ടുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള, അതായത് സഹീഹിലാവട്ടെ, ബുഖാരിയിലാവട്ടെ, മുസ്ലിമിലാവട്ടെ, അതിലുള്ള എല്ലാ ഹദീസുകളും ഞാൻ സ്വീകരിക്കില്ല. അതിൽ നിന്ന് പരിശുദ്ധ ഖുർആനോട് യോജിക്കുന്നത് മാത്രമേ സ്വീകരിക്കുള്ളൂ. ആയിക്കോല്ലേ? ഓക്കെ, പരിശുദ്ധ ഖുർആനിന് പ്ലീസ് വെയിറ്റ് ഒരു മിനിറ്റ്, ഒന്ന് PM ചെയ്യൽ നിർത്തുക. പരിശുദ്ധ ഖുർആനിന് എതിരല്ലാത്ത എല്ലാ ഹദീസും നിങ്ങൾ സ്വീകരിക്കുമല്ലോ. ഒന്ന് ആ ടെക്സ്റ്റ് പ്രതികരിച്ചോളൂ. പരിശുദ്ധ ഖുർആനിന് എതിരല്ലാത്ത എല്ലാ ഹദീസും നിങ്ങൾ സ്വീകരിക്കുമല്ലോ. എതിരല്ലാത്തെന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞതിനെതിരെ റസൂലുള്ള പറയണം. ഖുർആനിൽ പറയാത്ത ഒന്നിനെ തങ്ങൾ പറഞ്ഞു എന്നതുകൊണ്ട് എതിര് വരൂല. ശരിക്കും ശ്രദ്ധിക്കണം ശരിക്ക്. ഖുർആനിൽ പറയാത്ത ഒരു വിഷയം നബി തങ്ങൾ പറഞ്ഞാൽ അത് എതിരല്ല. എന്ത് പറഞ്ഞാൽ അത് ഖുർആനിൽ ഇല്ലാത്തത് നബി ഒന്ന് പറഞ്ഞു, അഥവാ ഖുർആനിൽ ബാഹ്യമായി കാണാത്ത ഒരു വിഷയം നബി തങ്ങൾ പറഞ്ഞാൽ അത് സ്വീകരിക്കൂല എന്നാണോ നിങ്ങൾ പറയുന്നത്? വേഗമായി എടുത്തിട്ട് പറയാം. എതിര് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഉള്ളതിന്റെ ഓപ്പോസിറ്റ് നബി തങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കൂല എന്നാണോ? അതല്ല ഖുർആനിൽ ബാഹ്യമായി കാണാത്ത ഒരു വിഷയം നബി തങ്ങൾ പറഞ്ഞാൽ അതും നിങ്ങൾ സ്വീകരിക്കൂല എന്നാണോ? 2 പോയിന്റാ ഉള്ളത്. ശരിക്കും പോയിന്റ് ഇവിടെ മനസ്സിലാക്കുക. ഹദീസ് സ്വീകരിക്കൂല എന്ന് പറയുന്നിടത്ത് ഖുർആനിൽ ഉള്ളതിന്റെ എതിര് വന്നാൽ നിങ്ങൾ സ്വീകരിക്കൂല എന്നാണോ? അതല്ല ഖുർആനിൽ ബാഹ്യമായിട്ട് കാണാത്ത ഒരു കാര്യം നബി തങ്ങൾ പറഞ്ഞാൽ അത് സ്വീകരിക്കൂല എന്നാണോ? എന്താണ് നിങ്ങൾ എതിര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊന്ന് വിശദീകരിച്ചോളൂ.
എതിരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായിട്ട് വരുന്ന വാചകങ്ങൾ, അല്ലാതെ പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കാത്ത വിഷയം പ്രവാചകൻ പറഞ്ഞാൽ അത് സ്വീകരിക്കില്ലെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമസ്കാരത്തിന്റെ റക്അത്തുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോ അത്തരം ഹദീസുകൾ പരിശുദ്ധ ഖുർആനിന് എതിരല്ല. ഓക്കെ അല്ലേ? കാരണം 17 റക്അത്ത് നമസ്കാരം എന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ 3 റക്അത്താണ് അല്ലെങ്കിൽ 3 റക്അത്താണെന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. അപ്പൊ പരിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കാത്ത വിഷയത്തിൽ നമ്മൾ ഹദീസ് സ്വീകരിക്കും. പക്ഷെ ഒരു ഹദീസ് പരിശുദ്ധ ഖുർആനിന് എതിരെ വരുമ്പോൾ അതിനെ തള്ളുകയും ചെയ്യും. പിന്നെ ഇവിടെ മിസ്റ്റർ പറഞ്ഞ ഹീസ് ഡിസ്ക്രൈബ്സ് ദാറ്റ് സയൻസ് ഈസ് അബോവ് പ്രോഫിറ്റ്സ് വേർഡ്സ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഒരിക്കലും അല്ല. കാരണം പ്രവാചകന്റെ വചനങ്ങളാണോ അല്ലേ എന്നുള്ളത് പരിശോധിക്കേണ്ടത് പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മൈക്കിൾ ലൂരീസ്. താങ്ക്സ്. നാളെ ഖബറിലെ ചോദ്യം. നിങ്ങൾ ഇന്ന് പറഞ്ഞ പോയിന്റുകൾ ശരിക്കും ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിന് എതിരെയുള്ള വിഷയമായാൽ സ്വീകരിക്കൂല എന്നാണ് പറഞ്ഞത്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ബാഹ്യമായി കാണാത്ത ഒരു കാര്യം നബി തങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കും എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. സോ വി ക്യാൻ കണ്ടിന്യൂ. നാളെ ടുമാറോ തുടരാം. അള്ളാഹു താല ഖൈർ ചെയ്യട്ടെ. എത്ര മണിക്കാ വരിക? ഇസ്ലാമിസ്റ്റ് അല്ല, ഇനി ഞാനും മൈക്ക് നിർത്തുകയാണ്. സുഹൃത്ത് എത്ര മണിക്കാ എത്തുക? ഏകദേശം UAE ടൈം എത്ര മണിക്ക് സുഹൃത്തിന് എത്താൻ കഴിയും? ഒന്ന് PM ഒന്ന് ഇവിടെ അടിച്ചോളൂ. ഓക്കെ, സുഹൃത്തിന് മൈക്ക് തരും. ഞാൻ ആ ടൈം പിന്നെ പറയേണ്ടത് കൊണ്ടാണ്. സുഹൃത്ത് എത്ര മണിക്കാണ് വരിക? അന്ന് അടിച്ചോളൂ. സുഹൃത്തിന് മൈക്ക് തരും കേട്ടോ. മൈക്ക് സുഹൃത്തിന് തരും. അള്ളാഹു താല നാഫി ആയ ഇൽമും ഹിദായത്തും എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. 12 o'clock UAE ടൈം 12 മണിയാണ്. നമ്മുടെ പ്രിയ സുഹൃത്ത് ഇസ്ലാമിസ്റ്റ് എന്ന ID സുഹൃത്തിന്റെ ഒരു ഗുഡ് നെയിമും കൂടെ ഞങ്ങൾക്ക് അറിഞ്ഞാൽ തരക്കേടില്ലാന്നുണ്ട് കേട്ടോ. പറ്റുമെങ്കിലേ പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ്. സാധാരണ ഞാൻ ആരോടും അങ്ങനെ ചോദിക്കാറില്ല. ഞാൻ ID മാത്രമേ ചോദിക്കാറുള്ളൂ. സുഹൃത്തിന്റെ ഗുഡ് നെയിമും കൂടെ അറിഞ്ഞാൽ തരക്കേടില്ലാന്നുണ്ട്. അപ്പോൾ UAE ടൈം 12 മണിക്ക് എല്ലാവരും നല്ല ഒരു പബ്ലിഷിംഗ് നടത്തുക. നല്ല ആരോഗ്യകരമായ ഒരു ചർച്ച. ഖബറിലെ അദാബ് സത്യമോ മിഥ്യയോ? ഖബറിലെ അദാബ് സത്യമോ മിഥ്യയോ? പരിശുദ്ധ ഖുർആൻ ഹദീസ് വിശകലനം. എല്ലാവരും ശ്രദ്ധിക്കുക. നല്ല ഒരു പബ്ലിഷിംഗ് നടത്തുക. മാക്സിമം ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആ ചർച്ച നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അള്ളാഹു താല നാഫി ആയ ഇൽമും ഹിദായത്തും എല്ലാം അള്ളാഹു താല എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ റൂമിൽ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു താല സ്വാലിഹായ അഅ്മാലുകളായി സ്വീകരിക്കുമാറാവട്ടെ. മൈക്ക് ഫോർ യു. ഇസ്ലാമിസ്റ്റിന് മൈക്ക് കൊടുക്കാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് മഞ്ചാടി മൈക്ക് എടുത്തോളൂ. പിന്നെ അതിനുശേഷം ഹദ്ദാദിലേക്കൊക്കെ പ്രവേശിച്ചോളൂ. അള്ളാഹു താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകം ദുആ ചെയ്യണം. ഇസ്ലാമിസ്റ്റ് മൈക്ക് എടുത്തോളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ UAE ടൈം നാളെ 12 മണിക്ക് വരാം. പിന്നെ പേര് ഞാൻ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് PM ആയിട്ട് വരും. കാരണം നമ്മളിവിടെ ഓരോരുത്തരും അറിയുന്നത് അവരവരുടെ ഐഡികളുടെ അടിസ്ഥാനത്തിലാണല്ലോ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് സീമാൻസ്റ്റർ എന്താ പറഞ്ഞു, വി കനോട്ട് പേഷ്യന്റ്ലി ലിസൺ ഹിസ് ഫുളിഷ്നെസ് വേർഡ്സ് എന്നാണ്. അപ്പൊ താങ്കൾ നാളെ വരണം എന്നില്ല. കാരണം താങ്കൾക്ക് ഇത് പിന്നെ പേഷ്യന്റ്ലി കേൾക്കാൻ കഴിയില്ല എങ്കിൽ താങ്കൾ വരണം എന്നില്ല. കാരണം പേഷ്യന്റ്ലി കഴിയണം. ഏതൊരു ചർച്ചയും നമ്മൾ പേഷ്യന്റ്ലി കേൾക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ താങ്കളെ പോലുള്ളവർ നാളത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമുക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ. ആമീൻ ആമീൻ. മാഷാ അല്ലാഹ്. ഇസ്ലാമിസ്റ്റ് നിങ്ങളുടെ സംസാര ശൈലിയും പിന്നെ നിങ്ങളുടെ എനർജിയും കോൺഫിഡൻസും ഒക്കെ ഉണ്ടല്ലോ. മറ്റുള്ള ചില ആളുകൾ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളും ചർച്ചകളും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ മണ്ടത്തരാണോ എന്ന് സാധാരണക്കാർക്ക് തോന്നുന്ന രീതിയിലായിരിക്കും പലപ്പോഴും തോന്നാറ്. അതിന് തൊട്ട് മുമ്പ് ഈ പബ്ലിക്കിൽ ടെക്സ്റ്റ് അടിക്കുന്ന ആളുകളുണ്ടല്ലോ, പിന്നെ അവര് പല രീതിയിലും ടെക്സ്റ്റ് അടിക്കും. നമുക്ക് അവരെ കൺട്രോൾ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ റൂമിൽ പലപ്പോഴും ഒരു
പല കാര്യങ്ങളും അവര് ഇപ്പോ എതിരായപ്പോ ഞങ്ങൾക്ക് എതിരെ അല്ലെങ്കിൽ മൈക്കിലുള്ള ഉസ്താദുമാർക്ക് എതിരെ ടെക്സ്റ്റ് അടിക്കുമ്പോൾ പോലും പലപ്പോഴും എന്ത് ചെയ്യില്ല, ഡോട്ട് ഇടുകയോ മാറ്റി നിർത്തുകയോ ചെയ്യില്ല. അവരൊരു പരിധി വരെ ഞങ്ങൾ എല്ലാവർക്കും അത് അനുവദിക്കും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഇസ്ലാമിസ്റ്റ്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഇസ്ലാം ഇങ്ങനെ ആയിരിക്കും, നിങ്ങളെ സാഹചര്യങ്ങളായിരിക്കും. ഞാനിവിടെ നിങ്ങൾ യു എയിൽ നിന്നാണോ എന്ന് ചോദിക്കാൻ കരുതിയിട്ടുണ്ടായിരുന്നു. യു എയിൽ ഞാൻ വേറെ ആളുകൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഇതേ നിലപാട്. പക്ഷെ നിസ്കാരം 5 മറ്റുള്ള കാര്യങ്ങളിലെല്ലാം പിന്നെ കോമൺ ആയിട്ട് മുസ്ലിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അഹ്ലുസുന്നത്തിന്റെ നിലപാട്. മറ്റുള്ള വിഷയത്തിലൊക്കെ ചേരുന്നവര് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ നിലപാടുള്ള ആളുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ശൈലിയും സംസാരവും ഒക്കെ എന്ന് പറഞ്ഞാല് നിങ്ങൾക്കും പഠിക്കാം, മറ്റുള്ള ആളുകൾക്കും പഠിക്കാൻ ഉതകുന്ന രീതിയിലാണ് പിന്നെ നിങ്ങൾ ചോദിക്കുന്നത്. വളരെ സന്തോഷം. പിന്നെ നിങ്ങൾ ഉസ്താദ് ഞങ്ങള് നിങ്ങളെയും പിന്നെ ശരിക്കും റെസ്പെക്ട് ചെയ്ത് സംസാരിച്ചത് സന്തോഷം. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. സീമൻസ്റ്റർ നിങ്ങൾ എന്തിനാ വീണ്ടും ടെക്സ്റ്റ് അടിക്കുന്നത്? നിങ്ങളാ പറഞ്ഞതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് ഇത് കേൾക്കാൻ ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരണ്ട. അത് അദ്ദേഹം വളരെ മാന്യമായ പറഞ്ഞത്. ഇത് ഞങ്ങൾക്ക് കേൾക്കാൻ, മറ്റുള്ള ആളുകളൊക്കെ ക്ഷമയോടുകൂടി കേട്ടിരുന്നില്ലേ? മറ്റുള്ള ആളുകളെല്ലാം ക്ഷമയോടുകൂടി കേട്ടിരുന്നു, ഞങ്ങളിത് കേട്ടു. അപ്പൊ നിങ്ങൾക്ക് ഇന്നത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സത്യത്തിൽ നിങ്ങൾ പബ്ലിക് റൂം എന്നുള്ള നിലക്ക് പറയേണ്ടത് ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യലായിരുന്നു. അത് നിങ്ങൾ റൂമിന്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല. പക്ഷെ നിങ്ങൾ വീണ്ടും അദ്ദേഹത്തിന്റെ പിന്നാലെ അടിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഇസ്ലാമിസ്റ്റ് ആണ്. നമ്മൾ അങ്ങനെ ഒരു പ്രതിപക്ഷ ബഹുമാനം അദ്ദേഹത്തിന് നൽകുക. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം മനസ്സിലാക്കിയ ഇസ്ലാം അങ്ങനെയാണ്. ഇനി അത് അല്ല, അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത, ആ ബാധ്യത നിർവഹിക്കാനാണ് ഇതുവരെ സംസാരിച്ചതും അദ്ദേഹത്തോട് നാളെ വരാൻ പറഞ്ഞതും. മനസ്സിലായോ? അതുകൊണ്ട് ഇസ്ലാമിസ്റ്റിനോട് പറയാനുള്ളത്, നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള പല ടെക്സ്റ്റ് പബ്ലിക്കിൽ വന്ന് കണ്ടാൽ എന്ത് ചെയ്യുക, അത് നിങ്ങളൊരു പിന്നെ പോസിറ്റീവ് സെൻസിൽ എടുക്കുക. റൂം പബ്ലിക്കാണ്, മറിച്ച് റൂമിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊന്നും നിങ്ങളോട് അങ്ങനെ ചെയ്യില്ല. അപ്പൊ നിങ്ങളോട് ഞങ്ങൾ സംസാരിച്ച രീതി കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ? നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു ചർച്ച തന്നെ പ്രതീക്ഷിക്കാം. ഞങ്ങൾ പരമാവധി ആഡ് ചെയ്യാം, എല്ലാവരും വിളിച്ചു വരുത്താം. നിങ്ങൾക്കും ഞങ്ങൾക്കും പഠിക്കാനുള്ള സാഹചര്യം ആവട്ടെ. മൈക്ക് കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും.